അർജന്റീനൻ ആരാധകർക്ക് ഏറെ തിരിച്ചടിയേകുന്ന വാർത്തയാണ് നിലവിൽ ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. വേൾഡ് കപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഈ സമയത്താണ് വമ്പൻ തിരിച്ചടിയാകുന്ന വാർത്ത പുറത്തു വരുന്നത്. ലയണൽ സ്കലോണി തന്റെ 26-അംഗ സ്ക്വാഡിലേക്ക് തെരഞ്ഞെടുത്ത സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ലിയനാർഡോ ബലേഡിക്ക് പരിക്കേറ്റെന്ന അതീവ ദുഃഖ വാർത്ത. താരം വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായേക്കുമെന്നുള്ള വാർത്തയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സിന്റെ റിപ്പോർട്ട് നോക്കാം. ഒളിമ്പിക് മാർസിലയുടെ ഡിഫൻഡറായ ലിയനാർഡോ ബലേഡി ഈ വെള്ളിയാഴ്ച അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള പരിശീലനത്തിനിടെ പരിക്കേറ്റു. വരും മണിക്കൂറുകളിൽ തന്നെ താരത്തെ സ്ക്വാഡിൽ നിന്ന് നിർത്തണോ അതോ ഒഴിവാക്കണോ എന്ന് സ്കലോണി തീരുമാനിക്കേണ്ടി വരും. മിക്കവാറും ഒഴിവാക്കാനാണ് സാധ്യത. എന്നാൽ ലിയനാർഡോ ബലേഡി ടീം വിട്ടു പോവുകയാണെങ്കിൽ സ്കലോണിക്ക് പകരം 55-അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ നിന്ന് ഒരു താരത്തെ തിരഞ്ഞെടുക്കേണ്ടി വരും. അല്ലാതെ പുറത്തുനിന്ന് ഒരു താരത്തെ സ്കലോണിക്ക് ടീമിലെടുക്കാൻ സാധിക്കില്ല. നിലവിൽ താരത്തിന് പകരക്കാരനായി സ്കലോണി ടീമിലെടുക്കുക മാർക്കോ സെൻസിയെ ആയിരിക്കും. നിലവിൽ ബേൺമൗത്തിന്റെ താരമാണ് മാർക്കോ സെൻസി. ലിയനാർഡോ ബലേഡി പുറത്താകുമെന്നുള്ള വാർത്തകളാണ് പുറത്തുനിന്ന് വരുന്നത്. TYC സ്പോർട്സ് ഇതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകിയിട്ടില്ല. എങ്കിലും താരം പുറത്താവുകയാണെങ്കിൽ മാർക്കോ സെൻസി ആയിരിക്കും അർജന്റീനയുടെ പ്രതിരോധത്തിൽ ഇനി വേൾഡ് കപ്പിൽ പങ്കെടുക്കുക. ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് മാർക്കോ സെൻസിയുടെ ഈ ഇഞ്ചുറി അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നത്. നിലവിൽ ഡിഫൻസിലെ ക്രിസ്റ്റ്യാനോ റൊമേറോ ഓൾറെഡി പരിക്കിൽ നിന്ന് മുക്തനായ താരമാണ്. ഇതിനിടെയാണ് മറ്റൊരു സെൻട്രൽ ബാക്കായ ലിയനാർഡോ ബലേഡിയെ കൂടി അർജന്റീനയ്ക്ക് നഷ്ടമാകുന്നത്. ഇതെല്ലാം സ്കലോണി എങ്ങനെ തരണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണണം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.